ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മുടെ ഒരു ചാനൽ കേട്ടോ. അപ്പോൾ ഇവിടുത്തെ പരിപാടിയൊക്കെ ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. എനിക്ക് കുറച്ച് പരിപാടിയൊന്നുമില്ല, ഞാൻ ഇങ്ങനെ കുറച്ച് ദിവസമായിട്ട് സ്കൂളിലൊന്നും പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇവിടെ 10 വരത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ഇവിടെ 10 വരത്തിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. നമുക്ക് അടുക്കളയിൽ പോയി നോക്കാം. ഇവിടെ തേങ്ങ ചെറിയിട്ടുണ്ട്. കുറേ സമയങ്ങളാവുന്നേ ഉള്ളൂ. പിന്നെ ഇവിടെ പത്തി ചുട്ടോണ്ടിരിക്കുന്നുണ്ട്. തീർക്കണ്ടോ നമ്മൾ ചുട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതാ ആ പാത്രത്തിൽ നല്ല ചിക്കൻ കറി ഉണ്ട് കേട്ടോ. നല്ല തിളച്ചോണ്ടിരിക്കുകയാണ്. ക്യാമറക്ക് നല്ല പുകയായിപ്പോയി. അങ്ങനെ നമ്മൾ ഓരോന്ന് ചുട്ടുകൊണ്ട് അടുത്ത് തൊട്ട് കഴിഞ്ഞിട്ട് അടുത്ത് വെച്ചു. അപ്പം ഇതാ ഓരോന്നോരോന്നായിട്ട് ചുട്ടുകൊണ്ട് നിൽക്കാം കേട്ടോ. 2 വെച്ച് ചുട്ടുന്നുണ്ട്. അപ്പം എനിക്ക് വേറെ പണിയൊന്നുമില്ല, ഞാനത് നോക്കി ഇങ്ങനെ നിൽക്കും. തീ നല്ലോണം കത്തുന്നുണ്ട് കേട്ടോ. അടുപ്പിലാണ് നോക്കുന്നത്, നല്ലോണം തീ കത്തുന്നുണ്ട്. പിന്നെ ചുടുന്നുണ്ട്. അപ്പോൾ എനിക്ക് വേറെ പണിയൊന്നുമില്ല. അമ്മ വന്നു, വേറെ പണിയൊന്നുമില്ല. പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വന്നതായിരുന്നു. ഞാൻ ഇങ്ങനെ ചുട്ട് നോക്കി വീഡിയോ എടുത്ത് ഇങ്ങനെ നോക്കിയാണ് കേട്ടോ. കുറേ ഒന്നും ആയിട്ടില്ല, ചുട്ട് ഓരോന്നാവുന്നേ. ഒന്ന് പറ്റും കൊണ്ടേ നമ്മൾ ചുടും. പിന്നെ ഇതൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്യില്ല, പ്രസ് വെച്ച് അത് ചെയ്യാതെ. ഇനി ഈ ഉള്ളിയില്ല, അത് കട്ട് ചെയ്ത് ഞാൻ പകുതി ആയപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ ഓടിയിട്ടാണ്. കറിവേപ്പില, തേങ്ങ ചിരവിയത്, ഉള്ളി വെള്ളത്തിലിട്ടിട്ടുണ്ട്. അങ്ങനെ കുറേ പരിപാടികളൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ പോകുന്നുണ്ട്. എൻ്റെ അമ്മയാണെങ്കിൽ ഞാൻ ഇനി വന്നു. അപ്പോൾ എനിക്ക് വേറെ പണിയൊന്നുമില്ല. ഞാൻ അട്ടംപട്ട് നിൽക്കുന്നതാണ് വെച്ച് സ്കൂളിൽ പോകണം ഗൈസ്. അതൊന്നൊരു വിഷയമല്ല. ഞാനിപ്പോൾ അത്ര ഇതില്ലല്ലോ, കുഴപ്പമില്ല. ഒന്നുകൂടിയും പോയി നോക്കാം എന്താ ചെയ്യുന്നത്. ഞാനൊക്കെ കാണിച്ചിട്ട് ഞാൻ ഇത് എനിക്ക് ഒഴിച്ച് വഴിയില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ. ഇനി ഞാൻ വിചാരിച്ചു എന്തായാലും ഇപ്പോൾ ഒന്ന് നടക്കുമല്ലേ. അപ്പോൾ ഇതാണ് എൻ്റെ അമ്മ കേട്ടോ. ദിസ് ഈസ് മൈ മമ്മി. അതിൻ്റെ അമ്മയാണ്. എന്താ ഞാൻ അട്ടമട്ടം തിരിഞ്ഞ് നടക്കുന്നുണ്ടായിക്കൂടി. അങ്ങനെ നടന്നതാ. അതാണ് എൻ്റെ അവിടെ എൻ്റെ കാക്കൂൻ്റെ വൈഫ് കേട്ടോ. ആളെ 10 വരത്തിക്കൊണ്ടിരിക്കുകയാണ്. ആളെ 10 വരക്കുന്നത്. എൻ്റെ അമ്മ ചൂടിനോർത്ത് എത്തി. ഈ കൈ തട്ടി അറിയാതെ 2 തവണ ഒരേപോലെ വീഡിയോ വന്നിട്ടുണ്ട് എൻ്റെ കയ്യിൽ നിന്ന്. നിങ്ങൾക്ക് ചിലപ്പോൾ മനസ്സിലാവും. ഇതൊക്കെ ചുട്ട് കഴിഞ്ഞതാണ് കേട്ടോ. ചുട്ട് കഴിഞ്ഞ് മെലിയുന്ന നല്ല കറി, സൂപ്പർ ചിക്കൻ കറി കേട്ടോ. ഇതൊക്കെ രാത്രിയാണ് ചെയ്യുന്നത്. രാത്രിയായി ചെയ്ത് വന്നപ്പോഴേക്കും ചെയ്തൊന്നുമില്ല. രാത്രി ചെയ്യുന്ന കാരണം രാവിലെ നിൽക്കുകയും ചെയ്യാൻ സമയം കിട്ടുമല്ലോ. കറുത്ത് എവിടെ ഇരുന്ന് അതേപോലെ അന്ന് നോക്കി കുറേ ആയിട്ടുണ്ട് എന്തായാലും. അപ്പോൾ അവിടെ ചെറുപ്പങ്ങനെ എട്ടപ്പെട്ട് നിന്ന് നടക്കണം കേട്ടോ. ഇത് രാത്രി ഞാൻ അടുത്ത വീഡിയോസാണ് ഇതെല്ലാം. എനിക്ക് പണിയില്ല എന്നാണ് ഞാൻ കാണിക്കുന്നത്. 4 സ്കൂള് തുറക്കട്ടെ. എന്ത് ചെയ്യാൻ, വിധി അതല്ലേ.
ഞാൻ ഓരോന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇതാ കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ ഇത് രണ്ടും ആയിട്ടുണ്ട്. നിങ്ങൾ നോക്കണ്ട. എന്തായാലും കുറേ പത്തിരി ഇട്ടിട്ടുണ്ട്. ഇതാ വീണ്ടും തിളച്ച് മറിഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. എല്ലാം കറി ചുട്ടുകൊണ്ടിരിക്കുന്നു. ഞാൻ പോകുന്നു. ഞാൻ നോക്കിയപ്പോൾ അത്യാവശ്യം കുഴപ്പമില്ലാതെ എല്ലാം ആയി വരുന്നുണ്ട് കേട്ടോ. ഞാൻ പോയി ഇറങ്ങി. എൻ്റെ പണിയാവുന്നല്ലോ. പണിയാൻ പോകുന്നു. പണിയില്ല, കഴിച്ച അങ്ങനെയൊക്കെ നടന്നു പോകുന്നു. ഞാൻ ആ സമയത്ത് എനിക്ക് ട്യൂഷൻ കഴിഞ്ഞ് വന്നിട്ടായിരുന്നു. ഇപ്പോൾ ട്യൂഷൻ കഴിഞ്ഞ് എന്നിട്ടാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് ട്യൂഷൻ കഴിഞ്ഞിട്ട്. പിന്നെ ഇതിൻ്റെ രാവിലെ ആയിട്ടില്ല, ഞാൻ മദ്രസയിൽ പോയ ടൈമിൽ ദോശ ചുട്ടിട്ടുണ്ട്. ദോശ ചുട്ടിട്ടുണ്ട്. കറി ചിക്കൻ കറി, ദോശയും ചുട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ചിക്കൻ കറിയും ഇത് എന്താണ് എനിക്കറിയില്ല. ചായ കേട്ടോ, ചായയാണത്. അവിടെ ദോശ ചുട്ടുകൊണ്ടിരിക്കുന്നു. ദോശ ഇങ്ങനെ ചുടുന്നുണ്ട് കേട്ടോ. താത്തയാണോ ഇമ്മയാണോ എനിക്ക് കറക്റ്റ് അറിയില്ല. താത്തയാണോ ഇമ്മയാണോ അറിയില്ല കേട്ടോ, അത് മനസ്സിലാക്കില്ല. ഞാൻ മനസ്സിൽ പോയിക്കുന്നു. ആ ചായ ഇത് കട്ടൻ ചായ, പാൽ ചായ ആക്കാവൂ. കട്ടൻ ചായ അല്ല, പാൽ ചായ ഉണ്ട് കേട്ടോ. അപ്പോൾ പാൽപ്പൊടി എടുത്തിട്ട് മിക്സ് ചെയ്യുന്നൊക്കെ ഉണ്ട്. പാൽച്ചായ റെഡി. പാൽപ്പൊടി മിക്സ് ചെയ്ത് അങ്ങനെ പാൽച്ചായ ഉണ്ടാക്കി. അതും ബാക്കി വന്ന പൊടിയാണ്. നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം മിക്സ്. പിന്നെ ഇത് അറിയുന്നത് ഓര് കൊണ്ടുവരുന്ന ഫ്ലാസ്ക്, അതിലോട്ട് ചായ ഒഴിച്ച് ഇതുപോലെ പാത്രം, നമ്മൾ ഈ അട്ടിക്ക് വെക്കുന്ന പാത്രമില്ലേ അതിലോട്ട് ദോശയാണ് വെക്കുന്നത്. ഒരു തട്ടിൽ ദോശ വെക്കുന്നുണ്ട്. ഇങ്ങനെ ഒരു തട്ടിൽ ദോശ വെക്കുന്നുണ്ട്. അടുത്ത തട്ടിൽ പത്തിരി വെക്കുന്നുണ്ട്. അടുത്ത തട്ടിൽ ഇങ്ങനെ പത്തിരി വെക്കുന്നു. അടുത്ത തട്ടിൽ ചിക്കൻ കറി വെക്കുകയാണ് കേട്ടോ. നല്ല ചിക്കൻ കറി, മോനെ കുറേ ചിക്കൻ കറി ഉണ്ട്. അതാ സെറ്റാക്കി അതടച്ച് വെച്ച് അതാ ഉമ്മ കൊടുത്ത് വിട്ടിട്ടുണ്ട് കേട്ടോ.